മഴയുടെ നേർത്ത സംഗീതം എറണാകുളം റെയിൽവേ സ്റ്റേഷനെ ഒരു വല്ലാത്ത മൂഡിൽ എത്തിച്ചിരുന്നു. പ്ലാറ്റ്ഫോമിലെ തിരക്കുകൾക്കിടയിലൂടെ യാത്രക്കാർ തങ്ങളുടെ ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് കുതിക്കുകയാണ്. ഓരോരുത്തർക്കും അവരുടേതായ ലോകവും വ്യഗ്രതകളുമുണ്ട്. എന്നാൽ ഈ തിരക്കുകൾക്കിടയിലും തികഞ്ഞ ശാന്തതയോടെ ചുറ്റുപാടുകളെ നിരീക്ഷിച്ചുകൊണ്ട് പ്ലാറ്റ്ഫോമിലെ ഒരു ഒഴിഞ്ഞ ബെഞ്ചിൽ ഒരാൾ ഇരിപ്പുണ്ടായിരുന്നു. അഭിനവ്. നഗരത്തിലെ അറിയപ്പെടുന്ന യുവ വ്യവസായിയാണ് അഭിനവ്. കോടികളുടെ ആസ്തി സ്വന്തമായി ഉണ്ടെങ്കിലും ഇടയ്ക്കിടെ അവനിലെ സാധാരണക്കാരൻ ഉണരും. മനുഷ്യരെയും അവരുടെ ജീവിതങ്ങളെയും അടുത്തുനിന്ന് കാണാനും നിരീക്ഷിക്കാനും അവന് ഏറെ ഇഷ്ടമായിരുന്നു. എറണാകുളത്തെ തന്റെ ലക്ഷറി ഫ്ളാറ്റിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള ഒരു ബിസിനസ് മീറ്റിംഗിനായി പോകാനാണ് അവൻ ഇന്ന് ട്രെയിനിങ് തിരഞ്ഞെടുത്തത്. അഭിനവിന്റെ കണ്ണുകൾ പ്ലാറ്റ്ഫോമിലൂടെ അലഞ്ഞു നടന്നു. പെട്ടെന്നാണ് ആ കാഴ്ച അവന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ആൾക്കൂട്ടത്തിനിടയിലൂടെ പതിയെ നടന്നു നീങ്ങുന്ന ഒരു പെൺകുട്ടി. കണ്ടാൽ 20 22 വയസ്സ് മാത്രം തോന്നിക്കുന്ന ഒരുവൾ. അവളുടെ വസ്ത്രങ്ങൾ ഏറെ പഴകിയതും പലയിടത്തായി കീറിയതുമായിരുന്നു. പാറിപ്പറന്ന മുടിയിഴകൾ അവളുടെ ക്ഷീണിച്ച മുഖത്തെ പാതി മറച്ചിരുന്നു. എങ്കിലും ആ അഴുക്കുപുരണ്ട വസ്ത്രങ്ങൾക്ക് മെലിഞ്ഞ ശരീരത്തിനുമപ്പുറം അവളിൽ വല്ലാത്തൊരു ആകർഷണീയതയും കുലീനതയും ഉണ്ടായിരുന്നു. അവളുടെ കണ്ണുകളിൽ സങ്കടത്തിന്റെ ഒരു വലിയ കടൽ ഒളിപ്പിച്ചു വെച്ചതുപോലെ അഭിനവിന് തോന്നി. കയ്യിൽ ഒരു പഴയ അലുമിനിയം പാത്രവുമായി അവൾ യാത്രക്കാരുടെ മുന്നിൽ ചെന്ന് യാചിക്കുകയാണ്. ചിലർ അവളെ ആട്ടി അകറ്റി, മറ്റു ചിലർ കണ്ടില്ലെന്ന് നടിച്ചു. വളരെ ചുരുക്കം ചിലർ എന്തൊക്കെയോ നാണയത്തുട്ടുകൾ ആ പാത്രത്തിലേക്ക് ഇട്ടുകൊടുത്തു. അവൾക്കൊന്നും ഒരു പരാതിയുമില്ലായിരുന്നു. ആട്ടിയകറ്റിയവരോട് പോലും ദേഷ്യപ്പെടാതെ അവൾ അടുത്ത ആളുടെ അടുത്തേക്ക് നീങ്ങി. അഭിനവ് അവളെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. ഇത്രയും ചെറുപ്പമായ, കാഴ്ചയ്ക്ക് യാതൊരു വൈകല്യങ്ങളുമില്ലാത്ത ഈ പെൺകുട്ടി എന്തിനാണ് ഇങ്ങനെ ഭിക്ഷയാചിക്കുന്നത് എന്ന ചോദ്യം അവന്റെ മനസ്സിൽ ഉയർന്നു വന്നു. ജീവിതത്തിൽ എന്തൊക്കെയോ വലിയ ദുരന്തങ്ങൾ അവളെ ഈ അവസ്ഥയിൽ എത്തിച്ചതാണെന്ന് ആ കണ്ണുകൾ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. അവളൊരു സാധാരണ ഭിക്ഷാടകയല്ലെന്ന് അഭിനവിന്റെ മനസ്സ് അവനോട് തന്നെ മന്ത്രിച്ചു. അതിനിടയിൽ തിരുവനന്തപുരത്തേക്കുള്ള വന്ദേ ഭാരത് എക്സ്പ്രസ് 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് വരികയാണെന്ന അറിയിപ്പ് മുഴങ്ങി. അഭിനവ് തന്റെ ബാഗുമെടുത്ത് എക്സിക്യൂട്ടീവ് ചെയർ കാറിലേക്ക് കയറി. ജനാലയ്ക്കരികിലെ സീറ്റിലിരുന്നപ്പോഴും അവന്റെ ചിന്തകൾ ആ പെൺകുട്ടിയിലായിരുന്നു. ട്രെയിൻ പതുക്കെ നീങ്ങി തുടങ്ങി. എയർ കണ്ടീഷൻ ചെയ്ത ആ കോച്ചിനുള്ളിലെ തണുപ്പിലും അഭിനവിന്റെ ഉള്ളിൽ എന്തോ ഒരു അസ്വസ്ഥത പുകയുന്നുണ്ടായിരുന്നു. അവൻ തന്റെ ഹെഡ്ഫോൺ എടുത്ത് പാട്ട് കേൾക്കാൻ തുടങ്ങുന്നതിനിടയിലാണ് കോച്ചിന്റെ വാതിൽക്കൽ ഒരു നിഴൽ അനങ്ങിയത്. അഭിനവ് തലയുയർത്തി നോക്കി. അതെ, അവൾ തന്നെ. സ്റ്റേഷനിൽ വെച്ച് താൻ കണ്ട ആ പെൺകുട്ടി എങ്ങനെയോ ഈ AC കോച്ചിനുള്ളിലും എത്തിയിരിക്കുന്നു. അവൾ ഓരോ സീറ്റിനരികിലൂടെയും പതുക്കെ നടന്നു നീങ്ങി യാചിക്കുകയാണ്. TT വന്ന് പിടിക്കുന്നതിന് മുൻപ് എന്തെങ്കിലും കിട്ടിയാൽ അത്രയുമായി എന്ന ഭയവും ആർത്തിയും ഒന്നും ആ പെൺകുട്ടിയുടെ മുഖത്തില്ല. അവൾ വളരെ പതുക്കെയാണ് ഓരോരുത്തരെയും സമീപിച്ചത്. അവൾ അഭിനവിന്റെ സീറ്റിനടുത്തേക്ക് വന്നു. ഒന്നും മിണ്ടാതെ തന്റെ ശോഷിച്ച കൈകൾ അവന് നേരെ നീട്ടി. അഭിനവ് ഉടൻ തന്നെ തന്റെ വാലറ്റ് പുറത്തെടുത്തു. അവൾക്ക് കുറച്ചധികം പണം നൽകിയാൽ അവളുടെ ഇന്നത്തെ ബുദ്ധിമുട്ടുകൾക്കെങ്കിലും ഒരു പരിഹാരമാകുമല്ലോ എന്ന് അവൻ കരുതി. അവൻ വാലറ്റിൽ നിന്ന് 2 500 രൂപയുടെ നോട്ടുകൾ എടുത്ത് അവളുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. എന്നാൽ അടുത്ത നിമിഷം സംഭവിച്ചത് അഭിനവിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കളഞ്ഞു. ആ നോട്ടുകളിലേക്ക് നോക്കിയ പെൺകുട്ടി അത് വാങ്ങാൻ തയ്യാറാകാതെ പതുക്കെ പിന്നോട്ട് മാറി. വേണ്ട സാർ. അവളുടെ ശബ്ദം നേർത്തതായിരുന്നുവെങ്കിലും അതിൽ വല്ലാത്തൊരു ദൃഢതയുണ്ടായിരുന്നു. അഭിനവ് അത്ഭുതത്തോടെ ചോദിച്ചു, എന്താ, പണം വേണ്ടേ? അവൾ തലകുനിച്ച് മറുപടി പറഞ്ഞു, വേണം സാർ, പക്ഷേ ഇത്രയും വലിയ തുക എനിക്ക് വേണ്ട. എന്തുകൊണ്ട്? അഭിനവിന്റെ ആകാംക്ഷ വർദ്ധിച്ചു. ഇത് വെച്ചോളൂ, നിനക്ക് ഉപകാരപ്പെടും. പെൺകുട്ടി ഒന്ന് മുഖമുയർത്തി അഭിനവിന്റെ കണ്ണുകളിലേക്ക് നോക്കി. ആ നോട്ടത്തിൽ വല്ലാത്തൊരു സത്യസന്ധതയുണ്ടായിരുന്നു. സാർ, ഇത്രയും വലിയ തുകയുമായി ഞാൻ വീട്ടിൽ ചെന്നാൽ എന്റെ അമ്മ ഭയപ്പെടും. രോഗിയായ എന്റെ അമ്മ എന്നെ കുറിച്ചോർത്ത് എപ്പോഴും പേടിയോടെയാണ് കഴിയുന്നത്. ഞാൻ ഭിക്ഷ യാചിച്ചാണ് അവർക്ക് മരുന്ന് വാങ്ങുന്നത്. പക്ഷേ ഒറ്റയടിക്ക് ഇത്രയും പണം കണ്ടാൽ ഞാൻ പണത്തിനായി വേറെ വല്ല തെറ്റായ വഴിയും തിരഞ്ഞെടുത്തോ എന്ന് അമ്മ സംശയിക്കും. എനിക്ക് ഭിക്ഷ യാചിക്കാം സാർ, പക്ഷേ അമ്മയുടെ മുന്നിൽ ഒരു തെറ്റുകാരിയാകാൻ വയ്യ. അവളുടെ വാക്കുകൾ അഭിനവിന്റെ ഹൃദയത്തിലേക്കാണ് തറച്ചു കയറിയത്. കോടികൾ കൈകാര്യം ചെയ്യുന്ന അവന് 1000 രൂപ നിരസിക്കുന്ന ഒരു ഭിക്ഷാടകയെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ദാരിദ്ര്യത്തിന്റെ നടുവിലും സ്വന്തം അഭിമാനവും അമ്മയുടെ വിശ്വാസവും കാത്തു സൂക്ഷിക്കുന്നവൾ. അഭിനവിന്റെ തൊണ്ടയിൽ എന്തോ വന്ന് തടയുന്നത് പോലെ തോന്നി. അവൻ പെട്ടെന്ന് തന്നെ തന്റെ വാലറ്റിൽ നിന്ന് കുറച്ച് 10 രൂപയുടെയും 20 രൂപയുടെ നോട്ടുകൾ എടുത്ത് അവൾക്ക് നൽകി. അത് നിറഞ്ഞ മനസ്സോടെ വാങ്ങി ഒരു പുഞ്ചിരിയോടെ നന്ദി സൂചിപ്പിച്ച് അവൾ അടുത്ത സീറ്റിലേക്ക് നീങ്ങി. അഭിനവിന് പിന്നെ അവിടെ വെറുതെ ഇരിക്കാൻ കഴിഞ്ഞില്ല. ആരാണ് അവൾ? എവിടെയാണോ അവൾ താമസിക്കുന്നത്? അവളുടെ അമ്മയ്ക്ക് എന്ത് അസുഖമാണ്? ചോദ്യങ്ങൾ അവന്റെ തലച്ചോറിൽ തങ്ങി നിറഞ്ഞു. ട്രെയിൻ അടുത്ത സ്റ്റേഷനായ എറണാകുളം ടൗണിൽ വേഗത കുറച്ചപ്പോൾ അവൾ വാതിൽക്കിലേക്ക് നടക്കുന്നത് അവൻ കണ്ടു. ഒന്നും ആലോചിക്കാൻ അഭിനവിന് സമയമുണ്ടായിരുന്നില്ല. തിരുവനന്തപുരത്തേക്കുള്ള തന്റെ സുപ്രധാന മീറ്റിംഗ് പോലും മറന്ന് ബാഗുമെടുത്ത് അഭിനവും അവൾക്ക് പിന്നാലെ ആ സ്റ്റേഷനിൽ ഇറങ്ങി. തന്റെ ജീവിതം തിരുത്തി എഴുതാൻ പോകുന്ന ഒരു യാത്രയുടെ തുടക്കമാണ് അതെന്ന് അപ്പോൾ അഭിനവ് അറിഞ്ഞിരുന്നില്ല. എറണാകുളം ടൗൺ സ്റ്റേഷനിലെ കോൺക്രീറ്റ് പ്ലാറ്റ്ഫോമിലേക്ക് കാൽ കുത്തുമ്പോൾ അഭിനവിന്റെ നെഞ്ചെടുപ്പ് വല്ലാതെ കൂടിയിരുന്നു.
സ്റ്റേഷനിൽ നിന്നും വന്ദേ ഭാരത് എക്സ്പ്രസ് അതിന്റെ യാത്ര തുടരാനായി മെല്ലെ നീങ്ങി തുടങ്ങിയപ്പോൾ തന്റെ ബിസിനസ് സാമ്രാജ്യത്തിലെ കോടികളുടെ ലാഭം നേടിത്തരുമായിരുന്ന ഒരു മീറ്റിംഗ് ആണ് താൻ ഉപേക്ഷിച്ചതെന്ന് അവന് ഓർമ്മ വന്നു. എന്നാൽ അതൊന്നും ഇപ്പോൾ അവന്റെ മനസ്സിൽ ഒരു നേരിയ ചലനം പോലും ഉണ്ടാക്കിയില്ല. തിരക്കിലൂടെ മുന്നോട്ടു പോകുന്ന ആ മെലിഞ്ഞ രൂപം മാത്രമായിരുന്നു അവന്റെ ഏക ലക്ഷ്യം. സ്റ്റേഷന്റെ പടവുകൾ ഇറങ്ങി അവൾ നഗരത്തിന്റെ തിക്കിലും തിരക്കിലും ലയിച്ചു ചേരാൻ ശ്രമിക്കുകയാണ്. അവൾക്ക് പിന്നാലെ ഒരു നിഴൽ പോലെ തികഞ്ഞ ജാഗ്രതയോടെ അഭിനവ് നടന്നു. രാവിലെ പെയ്ത മഴയുടെ നേരിയ ചാറ്റൽ ഇപ്പോഴുമുണ്ട്. റോഡിലെ വെള്ളക്കെട്ടുകളിൽ ചവിട്ടാതെ ചുറ്റുമുള്ള വാഹനങ്ങളുടെ ചെകിടടപ്പിക്കുന്ന ഹോൺ ശബ്ദങ്ങളെ വകവെക്കാതെ അവൾ നടന്നു. അവളുടെ നടത്തത്തിന് വല്ലാത്തൊരു വേഗതയുണ്ടായിരുന്നു. തനിക്കായി കാത്തിരിക്കുന്ന രോഗിയായ അമ്മയുടെ അടുത്തേക്കുള്ള ഒരു മകളുടെ വ്യഗ്രതയും സ്നേഹവും ആ കാലടികളിൽ പ്രകടമായിരുന്നു. നഗരത്തിന്റെ കോലാഹലങ്ങളിൽ നിന്ന് മാറി ഇടുങ്ങിയതും ചെളി നിറഞ്ഞതുമായ ഒരു ഇടവഴിയിലേക്കാണ് അവൾ തിരിഞ്ഞത്. അഭിനവ് കുറച്ചുകൂടി അകലം പാലിച്ചു. അവൾ ഒരിക്കൽ പോലും തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നില്ല. ഇരുവശത്തും പഴയ കെട്ടിടങ്ങളും മാലിന്യം നിറഞ്ഞ ഓടകളുമുള്ള ആ വഴിയിലൂടെ നടക്കുമ്പോൾ AC കാറുകളിലും 5 സ്റ്റാർ ഹോട്ടലുകളിലും മാത്രം ഒതുങ്ങിയിരുന്ന തന്റെ ആഡംബര ജീവിതത്തിന് തീർത്തും അപരിചിതമായ ഒരു ലോകത്താണ് താൻ എത്തി നിൽക്കുന്നതെന്ന് അഭിനവ് തിരിച്ചറിഞ്ഞു. വിയർപ്പിന്റെയും അഴുക്കിന്റെയും ഒപ്പം ജീവിതം വഴിമുട്ടിയ മനുഷ്യരുടെ നിസ്സഹായതയുടെ ഗന്ധമായിരുന്നു ആ തെരുവുകൾക്ക്. ഒരർത്ഥത്തിൽ തന്റെ ജീവിതത്തിൽ ആദ്യമായാണ് അവൻ ഇത്തരം കാഴ്ചകൾ നേരിട്ട് കാണുന്നത്. ഏകദേശം 2 കിലോമീറ്ററുകളോളം അവൻ നടന്നു കാണും. ഒടുവിൽ നഗരത്തിന്റെ എല്ലാ തിരക്കുകളും അവസാനിക്കുന്ന പ്ലാസ്റ്റിക് ഷീറ്റുകളും പഴയ തകരപ്പലകകളും കൊണ്ട് മറച്ച കുറേയേറെ കുടിലുകൾ നിറഞ്ഞ ഒരു കോളനിയിലേക്കാണ് ആ വഴി ചെന്ന് അവസാനിച്ചത്. മനുഷ്യന്റെ ദുരിതങ്ങൾ മുഴുവൻ പേർന്ന ഒരു ചേരി പ്രദേശം. ഓരോ കുടിലിനു മുന്നിലും അർദ്ധനഗ്നരായ കുട്ടികൾ ചെളിയിൽ കളിക്കുന്നുണ്ടായിരുന്നു. അഭിനവിന്റെ വില കൂടിയ വിദേശ നിർമ്മിത ഷൂസുകൾ ആ ചെളിയിൽ പുതഞ്ഞു. അവൻ ചുറ്റും നോക്കി. മനുഷ്യർക്ക് ജീവിക്കാൻ കഴിയുന്ന ഒരിടമാണോ ഇതെന്ന ചോദ്യം അവനിൽ ഉയർന്നു. പെട്ടെന്ന് അവൾ ഒരു ചെറിയ കുടിലിന് മുന്നിൽ നിന്നു. മുകളിൽ പഴയൊരു ടാർപ്പായ വലിച്ചു കെട്ടിയ മഴ പെയ്താൽ ചോർന്നൊലിക്കുന്ന ഒരു കൊച്ചു കൂര. അവൾ ചുറ്റുമൊന്ന് കണ്ണോടിച്ച ശേഷം പതുക്കെ അകത്തേക്ക് കയറിപ്പോയി. അഭിനവ് ആ കുടിലിന് കുറച്ചകലെയായി പഴയൊരു വലിയ മതിലിന്റെ മറവിൽ പതുങ്ങി നിന്നു. എന്തു ചെയ്യണമെന്നറിയാതെ അവന്റെ മനസ്സ് കുഴങ്ങി. ഇതിൽ കൂടുതൽ താൻ എന്ത് അന്വേഷിക്കാനാണ്? തിരിച്ചു പോയാലോ? അതോ അകത്തു കയറി കൂടുതൽ വിവരങ്ങൾ ചോദിച്ചാലോ? അവന്റെ ഉള്ളിൽ ചിന്തകളുടെ ഒരു വേലിയേറ്റം തന്നെ നടന്നു. അവൻ പുറത്ത് മടിച്ചു നിൽക്കുമ്പോൾ പെട്ടെന്ന് കുടിലിന്റെ വാതിൽക്കിൽ നിന്ന് നേർത്തൊരു ശബ്ദം കേട്ടു. പുറത്തു നിൽക്കേണ്ട സാർ, അകത്തേക്ക് വരാം. ആ ശബ്ദം കേട്ട് അഭിനവ് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തരിച്ചുപോയി. താൻ പിന്നാലെ വരുന്ന കാര്യം അവൾക്ക് നേരത്തെ അറിയാമായിരുന്നു. ഒരു നിമിഷം എന്തു പറയണമെന്നറിയാതെ അവൻ പതറി. കള്ളം പിടിക്കപ്പെട്ട ഒരു കുട്ടിയെ പോലെ അവൻ നിന്നുപോയി. എങ്കിലും അവൻ ധൈര്യം സംഭരിച്ച് മെല്ലെ ആ കുടിലിന്റെ വാതിലിലേക്ക് നടന്നു. തലകുനിച്ചു വേണം അതിനകത്തേക്ക് കയറാൻ. അത്രയ്ക്ക് ചെറുതായിരുന്നു ആ കുടിലിന്റെ വാതിൽ. ഉള്ളിലേക്ക് കയറിയ അഭിനവിനെ കാത്തിരുന്നത് അവന്റെ ഹൃദയം തകർക്കുന്ന ഒരു ദാരുണമായ കാഴ്ചയായിരുന്നു. ജനലുകളില്ലാത്ത ആ ചെറിയ മുറിയിൽ പകൽ വെളിച്ചം പോലും കടന്നു ചേരാൻ മടിച്ചു നിൽക്കുന്നു. ഒരു മൂലയിൽ കത്തിച്ചു വെച്ച മണ്ണെണ്ണ വിളക്കിന്റെ മങ്ങിയ വെളിച്ചത്തിൽ പഴയൊരു പായയിൽ മെലിഞ്ഞുണങ്ങിയ ഒരു സ്ത്രീ കിടക്കുന്നുണ്ടായിരുന്നു. അവളുടെ അമ്മ. ജീവന്റെ തുടിപ്പ് ആ ശരീരത്തിൽ ബാക്കിയുണ്ടെന്ന് ഉറപ്പിക്കാനാവില്ല. അത്രയ്ക്ക് ശോഷിച്ചിരുന്നു ആ രൂപം. അസ്ഥികൾ പുറത്തേക്ക് ഉന്തി നിൽക്കുന്ന ഒരു അസ്ഥികൂടം പോലെ അവർ തോന്നിപ്പിച്ചു. പെൺകുട്ടി അമ്മയുടെ അരികിലിരുന്ന് അവരുടെ നെറ്റിയിൽ വാത്സല്യത്തോടെ തടവുന്നുണ്ടായിരുന്നു. അവൾ അഭിനവിനെ നോക്കി നേരിയൊരു പുഞ്ചിരിയോടെ പറഞ്ഞു, ഇതാണ് സാർ എന്റെ ലോകം. ഞാൻ ട്രെയിനിൽ പറഞ്ഞത് സത്യമാണെന്ന് ഇപ്പോൾ സാറിന് മനസ്സിലായില്ലേ? അവളുടെ ശബ്ദത്തിൽ പരാതിയോ പരിഭവമോ ഉണ്ടായിരുന്നില്ല. മറിച്ച് കൈപ്പേറിയ യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ട ഒരുവളുടെ തികഞ്ഞ ശാന്തതയായിരുന്നു. അഭിനവ് പതിയെ ആ അമ്മയുടെ അടുത്തേക്ക് ചെന്നു. അവർ കഠിനമായി ചുമയ്ക്കുന്നുണ്ടായിരുന്നു. ഓരോ ചുമയിലും ആ മെലിഞ്ഞ ശരീരം വല്ലാതെ വിറകൊണ്ടു. അവരെ കാണുമ്പോൾ ആർക്കും ഒരു നിമിഷം സങ്കടം തോന്നും. എന്താണ് അമ്മയ്ക്ക് അസുഖം? അഭിനവിന്റെ ശബ്ദം അറിയാതെ ഇടറിയിരുന്നു. അവന്റെ കണ്ണുകൾ അറിയാതെ നനയുന്നുണ്ടായിരുന്നു. TB ആണ് സാർ, അവൾ വളരെ പതുക്കെ മറുപടി പറഞ്ഞു. ശരിയായ ചികിത്സ കിട്ടാഞ്ഞിട്ട് രോഗം വല്ലാതെ മൂർച്ഛിച്ചു. ഞാൻ യാചിച്ചു കിട്ടുന്ന നാണയത്തൊട്ടുകൾ കൊണ്ട് ഒരു നേരത്തെ മരുന്ന് വാങ്ങാൻ മാത്രമേ എനിക്ക് കഴിയാറുള്ളൂ. നല്ലൊരു ആശുപത്രിയിൽ കൊണ്ടുപോകാനോ ശരിയായ ചികിത്സ നൽകാനോ ഉള്ള വകയൊന്നും എന്റെ കയ്യിലില്ല. ഇത്രയും പറഞ്ഞപ്പോഴേക്കും അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. എങ്കിലും അവൾ വേഗത്തിൽ തന്റെ പഴയ ദുപ്പട്ടയുടെ തുമ്പുകൊണ്ട് ആ കണ്ണുനീർ തുടച്ചു മാറ്റി. തളർന്നു പോകാൻ അവൾക്ക് അവകാശമില്ലായിരുന്നു. കാരണം അമ്മയ്ക്ക് അവളല്ലാതെ മറ്റാരുമില്ല. അഭിനവ് ആ കുടിലിന് ചുറ്റും നോക്കി. അവിടെ ദാരിദ്ര്യമല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. കഴിക്കാൻ ഒരുപിടി അരി കൊണ്ടുവച്ച കുറച്ച് കഞ്ഞി മാത്രം ഒരു മൺകലത്തിൽ അടുപ്പിലിരിപ്പുണ്ട്. സ്വന്തം ബാങ്ക് അക്കൗണ്ടുകളിൽ കിടക്കുന്ന കോടികളെ കുറിച്ച് അവൻ ഓർത്തു. ഇത്രയേറെ സമ്പാദിച്ചിട്ട് മനുഷ്യന്റെ ഈ കഷ്ടപ്പാടുകൾക്ക് മുന്നിൽ തന്റെ പണത്തിന് എന്ത് വിലയാണുള്ളതെന്ന് അവൻ ചിന്തിച്ചു. വിശപ്പും ദാരിദ്ര്യവും എന്താണെന്ന് പുസ്തകങ്ങളിൽ മാത്രം വായിച്ചെറിഞ്ഞ അവന് ഇതൊരു പുതിയ അനുഭവമായിരുന്നു. അവന്റെ കണ്ണുകൾ ആ പെൺകുട്ടിയിൽ ഉടക്കി. നിന്റെ പേരെന്താ? അവൻ ചോദിച്ചു. നിള, അവൾ മറുപടി പറഞ്ഞു. പേരുപോലെ തന്നെ നിലാവിന്റെ ഒരു പരിശുദ്ധി ആ മുഖത്തുണ്ടെന്ന് അവന് തോന്നി.
അഭിനവിന്റെ ഉള്ളിലെ മനുഷ്യസ്നേഹി പൂർണ്ണമായും ഉണർന്നു. അവൻ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു, നിള, ഇനി നീ ഒന്നിനെയും ഭയപ്പെടേണ്ട. അമ്മയുടെ ചികിത്സ ഇന്നു മുതൽ ഞാൻ ഏറ്റെടുക്കുന്നു. എത്ര പണം ചെലവായാലും വേണ്ടില്ല, അമ്മയെ നമുക്ക് ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരണം. ഇനി ഒരിക്കലും നീ ആരുടെ മുന്നിലും കൈ നീട്ടരുത്. ആ വാക്കുകൾ കേട്ട് നിള അവിശ്വസനീയതയോടെ അഭിനവിനെ നോക്കി. ഒരു അപരിചിതൻ തങ്ങൾക്ക് വേണ്ടി ഇത്രയും വലിയൊരു സഹായം വാഗ്ദാനം ചെയ്യുന്നത് അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. സന്തോഷം കൊണ്ട് അവളുടെ തൊണ്ട ഇടറി. എങ്കിലും അവൾ പെട്ടെന്ന് തന്നെ സ്വയം നിയന്ത്രിച്ചു പറഞ്ഞു, സാർ, സഹായിക്കാമെന്ന് പറഞ്ഞതിൽ എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. പക്ഷേ ഇത് ഞാൻ വെറുതെ വാങ്ങില്ല. സാർ, എനിക്കൊരു ജോലി തരണം. സാറിന്റെ വീട്ടിലോ ഓഫീസിലോ എവിടെയായാലും മതി. ഈ പണം ഞാൻ ജോലി ചെയ്ത് സാറിന് തിരികെ നൽകാം. അതൊരു കടമയായി മാത്രം എനിക്ക് തന്നാൽ മതി. അല്ലാതെ എനിക്കിത് സ്വീകരിക്കാൻ കഴിയില്ല. ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലും അവൾ കാത്തു സൂക്ഷിക്കുന്ന ആത്മാഭിമാനം ഒരിക്കൽ കൂടി അവനെ വിസ്മയിപ്പിച്ചു. അവളോടുള്ള അവന്റെ ബഹുമാനം ഇരട്ടിക്കുകയായിരുന്നു. അഭിനവ് ഒരു ചെറുപുഞ്ചിരിയോടെ സമ്മതം മൂളി. അവൻ ഉടൻ തന്നെ തന്റെ മൊബൈൽ ഫോൺ എടുത്ത് നഗരത്തിലെ ഏറ്റവും മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലേക്ക് വിളിച്ച് ഒരു ആംബുലൻസ് അവിടേക്ക് അയക്കാൻ ആവശ്യപ്പെട്ടു. പുതിയൊരു ജീവിതത്തിലേക്കുള്ള നിളയുടെയും അമ്മയുടെയും യാത്ര അവിടെ തുടങ്ങുകയായിരുന്നു. ചെളിയും മാലിന്യവും നിറഞ്ഞ ആ ചേരി പ്രദേശത്തിന്റെ നിശബ്ദതയെ കീറിമുറിച്ചുകൊണ്ട് ആംബുലൻസിന്റെ സൈറൺ മുഴങ്ങി. ജീവിതത്തിൽ ഒരിക്കൽ പോലും അങ്ങനെയൊരു വാഹനം ആ വഴി വന്നിട്ടുണ്ടാകില്ല. ചേരിയിലുള്ളവർ അത്ഭുതത്തോടെയും അല്പം ഭയത്തോടെയും ആ കാഴ്ച നോക്കി നിന്നു. അഭിനവ് യാതൊരു മടിയും കൂടാതെ ആ കുടിലിനുള്ളിൽ കയറി. അബോധാവസ്ഥയിലായ നിളയുടെ അമ്മയെ കോരിയെടുത്ത് ആംബുലൻസിലേക്ക് കിടത്തി. നിള ഒരു സ്വപ്നത്തിലെന്ന പോലെ അവന് പിന്നാലെ നടന്നു. ആംബുലൻസ് നഗരത്തിലെ ഏറ്റവും മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലേക്ക് കുതിക്കുമ്പോൾ നിളയുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. ഭയം കൊണ്ടായിരുന്നില്ല, മറിച്ച് കാലങ്ങളായി താൻ അനുഭവിച്ചിരുന്ന ഇരുട്ടിലേക്ക് അപ്രതീക്ഷിതമായി കടന്നുവെന്ന ഈ വെളിച്ചത്തെ ഓർത്ത്. ആശുപത്രിയുടെ അത്യാഹിത വിഭാഗത്തിന് മുന്നിൽ ആംബുലൻസ് നിന്നു. തിളങ്ങുന്ന മാർബിൾ വിരിച്ച തറയും കണ്ണഞ്ചിപ്പിക്കുന്ന വെളിച്ചവും AC പ്രവർത്തിക്കുന്ന വലിയ ഇടനാഴികളും കണ്ടപ്പോൾ നിള വല്ലാതെ ചുരുങ്ങിപ്പോയി. തന്റെ മുഷിഞ്ഞ വസ്ത്രങ്ങളും അഴുക്കുപുരണ്ട രൂപവും ഈ വലിയ ആശുപത്രിക്ക് തീർത്തും അപരിചിതമാണെന്ന് അവൾക്ക് തോന്നി. അവൾ ഒരു തൂണിന്റെ മറവിലേക്ക് ഒതുങ്ങി നിൽക്കാൻ ശ്രമിച്ചു. എന്നാൽ അഭിനവ് അവളുടെ അടുത്തേക്ക് വന്ന് ആശ്വാസത്തോടെ പറഞ്ഞു, ഒന്നും പേടിക്കാനില്ല നിള, എല്ലാം ശരിയാകും. അവന്റെ ആ വാക്കുകൾ അവൾക്കൊരു വലിയ സ്വാന്തനമായിരുന്നു. നിമിഷങ്ങൾക്കകം ഡോക്ടർമാരും നഴ്സുമാരും ചേർന്ന് അമ്മയെ ICUവിലേക്ക് മാറ്റി. പണത്തിന്റെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും വേണ്ടെന്നും ഏറ്റവും മികച്ച ചികിത്സ തന്നെ നൽകണമെന്നും അഭിനവ് ഡോക്ടർമാർക്ക് കർശന നിർദ്ദേശം നൽകി. റിസപ്ഷനിലെ കൗണ്ടറിൽ തന്റെ പ്രീമിയം ക്രെഡിറ്റ് കാർഡ് നൽകി അഡ്വാൻസ് തുക അടയ്ക്കുമ്പോൾ ഒരു നിമിഷം അവൻ നിളയെ തിരിഞ്ഞു നോക്കി. കൈകൾ കൂപ്പി കണ്ണീരോടെ പ്രാർത്ഥിച്ചു നിൽക്കുന്ന ആ പെൺകുട്ടി അവന്റെ ഹൃദയത്തിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. കേവലം ഒരു സഹതാപത്തിനപ്പുറം അവളോട് വല്ലാത്തൊരു ബഹുമാനം അവനിൽ രൂപപ്പെട്ടിരുന്നു. തുടർന്നുള്ള 3 ദിവസങ്ങൾ അഭിനവ് തന്റെ ബിസിനസ് തിരക്കുകളെല്ലാം മാറ്റിവെച്ചു. ലക്ഷങ്ങളുടെ ലാഭം നഷ്ടപ്പെടുമെന്നറിഞ്ഞിട്ടും അവനത് കാര്യമാക്കിയില്ല. പകൽ മുഴുവൻ അവൻ ആശുപത്രിയിൽ ഉണ്ടായിരുന്നു. അമ്മയുടെ ഓരോ കാര്യങ്ങളും അവൻ സ്വന്തം ഉത്തരവാദിത്തം പോലെ നോക്കി നടത്തി. ഈ ദിവസങ്ങളിൽ അഭിനവും നിളയും തമ്മിലുള്ള അകലം പതുക്കെ കുറഞ്ഞു വന്നു. ഡോക്ടറെ കാണാനും മരുന്നുകൾ വാങ്ങാനും അവൻ അവളോടൊപ്പം നടന്നു. 2ാമത്തെ ദിവസം രാത്രി ICUവിന് പുറത്തുള്ള ഒഴിഞ്ഞ കസേരയിൽ ഇരിക്കുകയായിരുന്നു നിള. അഭിനവ് അവൾക്കൊരു കാപ്പിയുമായി അവിടേക്ക് വന്നു. കാപ്പി വാങ്ങി ഒരു കവിൾ കുടിച്ച ശേഷം അവൾ ജനലിലൂടെ പുറത്തെ നഗരത്തിന്റെ വെളിച്ചത്തിലേക്ക് നോക്കിയിരുന്നു. എന്താണ് നിള നിന്റെ കഥ? ഇത്രയും ചെറുപ്പത്തിൽ നീ എങ്ങനെ ഈ അവസ്ഥയിലെത്തി? അഭിനവ് വളരെ മൃദുവായി ചോദിച്ചു. ഒരു ദീർഘനിശ്വാസത്തോടെ അവൾ പറഞ്ഞു തുടങ്ങി. എല്ലാം എപ്പോഴും ഇങ്ങനെ ആയിരുന്നില്ല സാർ. എറണാകുളത്ത് തന്നെ സ്വന്തമായി ഒരു ചെറിയ വീടും അച്ഛനൊരു പലചരക്ക് കടയും ഉണ്ടായിരുന്നു. സന്തോഷമുള്ള ഒരു ചെറിയ കുടുംബം. താൻ കോളേജിൽ പഠിക്കുന്ന സമയത്താണ് ഒരു വാഹനാപകടത്തിന്റെ രൂപത്തിൽ ഞങ്ങളുടെ വിധി മാറ്റി എഴുതപ്പെട്ടത്. അച്ഛൻ ഞങ്ങളെ വിട്ടുപോയി. കടം കയറി വീടും കടയും ജപ്തിയിലായി. വാടക കൊടുക്കാൻ കാശില്ലാതെ പല വീടുകളിൽ നിന്നും ഞങ്ങളെ ഇറക്കി വിട്ടു. ബന്ധുക്കളാരും തിരിഞ്ഞു നോക്കിയില്ല. ഒടുവിൽ ഗതിയില്ലാതെയാണ് ആ ചേരിയിലെത്തിയത്. ഇതിനിടയിൽ അമ്മയ്ക്ക് അസുഖം കൂടി വന്നു. ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് ജോലിക്ക് പോയാൽ ഈ നഗരം അവളെ എങ്ങനെ നോക്കിക്കാണുമെന്ന് സാറിന് അറിയാമല്ലോ. ഒടുവിൽ അമ്മയുടെ ജീവൻ നിലനിർത്താൻ എന്റെ അഭിമാനം മാറ്റിവെച്ച് ഞാൻ തെരുവിലേക്ക് ഇറങ്ങി യാചിക്കാൻ. അവളുടെ വാക്കുകൾ കേട്ട് അഭിനവ് തരിച്ചുപോയി. വിധിയുടെ ക്രൂരതകൾക്ക് മുന്നിൽ തളരാതെ സ്വന്തം അമ്മയ്ക്ക് വേണ്ടി പോരാടുന്ന ഒരു യഥാർത്ഥ പോരാളിയാണ് അവളെന്ന് അവന് തോന്നി. അവളുടെ കണ്ണുകളിലെ സത്യസന്ധതയും നിശ്ചയദാർഢ്യവും അവനെ വല്ലാതെ ആകർഷിച്ചു. 3-ാം ദിവസം ഡോക്ടർ അഭിനവിനെ ക്യാബിനിലേക്ക് വിളിപ്പിച്ചു. രോഗി അപകടനില തരണം ചെയ്തിട്ടുണ്ട് മിസ്റ്റർ അഭിനവ്. അണുബാധ കുറഞ്ഞിട്ടുണ്ട്. നാളെ വേണമെങ്കിൽ ഡിസ്ചാർജ് ചെയ്യാം. എന്നാൽ ഒരു കാര്യമുണ്ട്. പൂർണ്ണമായ വിശ്രമവും നല്ല വൃത്തിയുള്ള ചുറ്റുപാടും അവർക്ക് അത്യാവശ്യമാണ്. പോഷകസമൃദ്ധമായ ഭക്ഷണവും നൽകണം. പൊടിയോ പുകയോ ഉള്ള സാഹചര്യത്തിലേക്ക് വീണ്ടും പോയാൽ രോഗം തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. അത് ചിലപ്പോൾ മാരകമായേക്കാം. ഡോക്ടറുടെ മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയ അഭിനവ് ഗാഢമായ ചിന്തയിലായിരുന്നു. നിളയെയും അമ്മയെയും വീണ്ടും ആ ചേരിയിലേക്ക് പറഞ്ഞയക്കുന്നത് അവരെ മരണത്തിലേക്ക് തള്ളിവിടുന്നതിന് തുല്യമാണ്.
അവിടെ വൃത്തിയുള്ള ഭക്ഷണമോ സാഹചര്യമോ അവർക്ക് ലഭിക്കില്ല. എന്തു ചെയ്യണമെന്നറിയാതെ അവൻ കുറച്ചു നേരം നിന്നു. പെട്ടെന്ന് അവന്റെ മനസ്സിൽ ഒരു തീരുമാനം ഉറച്ചു. ഇത് കേവലം ഒരു സഹായം മാത്രമല്ല, താൻ ഏറ്റെടുത്ത ഒരു ഉത്തരവാദിത്തം കൂടിയാണ്. അവൻ നിളയുടെ അടുത്തേക്ക് ചെന്നു. നിള, നാളെ അമ്മയെ ഡിസ്ചാർജ് ചെയ്യാമെന്ന് ഡോക്ടർ പറഞ്ഞു. ഇത് കേട്ടതും നിളയുടെ മുഖത്ത് പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷം മിന്നിമറഞ്ഞു. സാറിനോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. എന്റെ അമ്മയെ എനിക്ക് തിരിച്ചു തന്നത് സാറാണ്. സാറിന്റെ പണം ഞാൻ ജോലി ചെയ്ത് തിരിച്ചു നൽകാം. അഭിനവ് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു. നിള, നീ ആവശ്യപ്പെട്ട ആ ജോലി ഞാൻ നിനക്ക് തരികയാണ്. പക്ഷെ ഒരു നിബന്ധനയുണ്ട്. നിങ്ങളും അമ്മയും ഇനി ആ ചേരിയിലേക്ക് തിരിച്ചു പോകുന്നില്ല. നിള ഞെട്ടലോടെ അവനെ നോക്കി. പിന്നെ ഞങ്ങൾ എങ്ങോട്ട് പോകും സാർ? എന്റെ ഫ്ലാറ്റിലേക്ക്, അഭിനവ് ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. എനിക്ക് എറണാകുളത്ത് ഒരു വലിയ ഫ്ലാറ്റ് ഉണ്ട്. അവിടെ ഞാൻ ഒറ്റയ്ക്കാണ് താമസം. വീട് നോക്കി നടത്താനും എനിക്ക് ഭക്ഷണം പാകം ചെയ്യാനും ഒരാളുടെ ആവശ്യമുണ്ട്. ആ ജോലി നീ ഏറ്റെടുക്കണം. അമ്മയ്ക്ക് വിശ്രമിക്കാൻ അവിടെ നല്ലൊരു മുറിയും ഞാൻ തരാം. അമ്മയുടെ ആരോഗ്യം വീണ്ടെടുക്കാൻ അതാണ് ഏറ്റവും നല്ലത്. നിളയുടെ മനസ്സിൽ പലവിധ ചിന്തകൾ കടന്നുപോയി. ഒരു അപരിചിതന്റെ വീട്ടിലേക്ക് പോകുന്നത് ശരിയാണോ? എങ്കിലും കഴിഞ്ഞ 3 ദിവസമായി അവൾ കാണുന്ന അഭിനവ് ഒരു സാധാരണക്കാരനായിരുന്നില്ല. തങ്ങളെ ജീവിതത്തിലേക്ക് കൈപിടിച്ചു കയറ്റിയ ദൈവതുല്യനായ ഒരാളായിരുന്നു. അവൾക്ക് അവനിൽ പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നു. അമ്മയുടെ മുഖമോർത്തപ്പോൾ അവൾക്ക് മറ്റൊന്നും ചിന്തിക്കേണ്ടി വന്നില്ല. കണ്ണീരോടെ അവൾ തലകുലുക്കി സമ്മതം മൂളി. ഒരു പുതിയ ജീവിതത്തിന്റെ വാതിലുകൾ നിളയ്ക്കും അമ്മയ്ക്കും മുന്നിൽ തുറക്കപ്പെടുകയായിരുന്നു. അതോടൊപ്പം അഭിനവിന്റെ ജീവിതത്തിൽ. ആശുപത്രിയിലെ മരുന്നുകളുടെയും ഫിനോളിന്റെയും ഗന്ധത്തിൽ നിന്നും മാറി എറണാകുളം നഗരമധ്യത്തിലെ അഭിനവിന്റെ ആഡംബര ഫ്ളാറ്റിലേക്കുള്ള യാത്ര നിളയ്ക്കും അമ്മയ്ക്കും ഒരു പുതിയ ലോകത്തേക്കുള്ള കാൽവെപ്പായിരുന്നു. നഗരത്തിന്റെ തിരക്കുകളെ താഴെ ഉപേക്ഷിച്ച് ലിഫ്റ്റ് 15ാം നിലയിൽ ചെന്ന് നിന്നപ്പോൾ നിളയുടെ നെഞ്ചെടുപ്പ് വല്ലാതെ കൂടിയിരുന്നു. അഭിനവ് തന്റെ ഫ്ളാറ്റിന്റെ വാതിൽ തുറന്ന് അവരെ അകത്തേക്ക് സ്വാഗതം ചെയ്തു. വിശാലമായ ഹാൾ, ഇറ്റാലിയൻ മാർബിൾ പാകിയ തറ, വില കൂടിയ സോഫകൾ, വലിയ ഗ്ലാസ് ജനാലകൾക്കപ്പുറം കാണുന്ന നഗരത്തിന്റെ വിദൂര ദൃശ്യം, ഇതെല്ലാം കണ്ട് നിള അമ്പരപ്പോടെ നിന്നുപോയി. ഒരു ചേരിയിലെ ചോർന്നൊലിക്കുന്ന കുടിലിൽ നിന്നും സ്വർഗതുല്യമായ ഈ കൊട്ടാരത്തിലേക്കുള്ള മാറ്റം ഉൾക്കൊള്ളാൻ അവൾക്ക് സമയമെടുക്കുമായിരുന്നു. വാതിൽക്കൽ പതുങ്ങി നിന്ന അവളെയും അമ്മയെയും അഭിനവ് നിർബന്ധിച്ച് അകത്തേക്ക് കയറ്റി. ഇനി മുതൽ ഇതാണ് നിങ്ങളുടെ വീട്. യാതൊരു മടിയും കൂടാതെ ഇവിടെ നിൽക്കാം. അഭിനവ് വളരെ സ്നേഹത്തോടെ പറഞ്ഞു. ഏറ്റവും സൗകര്യങ്ങളുള്ള അതിഥിമുറി അവൻ അവർക്കായി നൽകി. മൃദുവായ കിടക്കയിൽ അമ്മയെ കിടത്തുമ്പോൾ നിളയുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. ജീവിതത്തിൽ ഒരിക്കൽ പോലും ഇത്രയും സുരക്ഷിതമായ ഒരിടം അവർക്ക് ലഭിച്ചിരുന്നില്ല. അവൾ അഭിനവിനെ നോക്കി ഇരു കൈകളും കൂപ്പി. അവൻ അതൊരു പുഞ്ചിരിയോടെ നിരസിച്ചു. അന്നത്തെ ദിവസം അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം അഭിനവ് തന്നെ വാങ്ങിക്കൊണ്ടുവന്നു. പിറ്റേന്ന് മുതൽ ആ ഫ്ളാറ്റിന്റെ അന്തരീക്ഷം മാറുകയായിരുന്നു. അതുവരെ കേവലം ഒരു കോൺക്രീറ്റ് കെട്ടിടം മാത്രമായിരുന്ന ആ ഫ്ളാറ്റ് പിന്നീട് അങ്ങോട്ട് ഒരു യഥാർത്ഥ വീടിന്റെ ജീവൻ വെച്ചു തുടങ്ങി. അതിരാവിലെ എഴുന്നേറ്റ് വീട് മുഴുവൻ വൃത്തിയാക്കുകയും അഭിനവ് ഓഫീസിൽ പോകാൻ മുമ്പേ പ്രഭാത ഭക്ഷണം തയ്യാറാക്കുകയും ചെയ്യുന്ന നിള ഒരു അത്ഭുതമായി അവന് തോന്നി. അവളുടെ കൈപുണ്യം അഭിനവിനെ വല്ലാതെ ആകർഷിച്ചു. വില കൂടിയ ഹോട്ടലുകളിൽ നിന്നുള്ള ഭക്ഷണത്തെക്കാൾ അവന് പ്രിയം നിളയുണ്ടാക്കുന്ന നാടൻ ഭക്ഷണങ്ങളോടായി. വീട്ടുജോലികൾക്കായി വേറെ ആളെ നിർത്താമെന്ന് അഭിനവ് പറഞ്ഞെങ്കിലും നിള അത് സ്നേഹപൂർവ്വം നിരസിച്ചു. എന്റെ അമ്മയുടെ ജീവൻ തിരിച്ചു തന്ന സാറിന് വേണ്ടി ഈ ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ എന്നെ അനുവദിക്കണം. അതെന്റെ കടമയാണ് എന്നായിരുന്നു അവളുടെ മറുപടി. ദിവസങ്ങൾ ആഴ്ചകൾക്കും ആഴ്ചകൾ മാസങ്ങൾക്കും വഴിമാറി. 6 മാസങ്ങൾ കൊഴിഞ്ഞു പോയതറിഞ്ഞില്ല. ഈ കാലയളവിനുള്ളിൽ നിളയുടെ അമ്മയുടെ ആരോഗ്യനിലയിൽ വലിയ പുരോഗതിയുണ്ടായി. അവർ പഴയതുപോലെ നടക്കാനും സംസാരിക്കാനും തുടങ്ങി. എന്നാൽ അതിനേക്കാൾ വലിയൊരു മാറ്റം സംഭവിച്ചു കൊണ്ടിരുന്നത് അഭിനവിന്റെ ഉള്ളിലായിരുന്നു. മുമ്പ് ഓഫീസിലെ ജോലികൾ കഴിഞ്ഞ് രാത്രി വൈകി മാത്രം ഫ്ളാറ്റിലേക്ക് വന്നിരുന്ന അഭിനവ് ഇപ്പോൾ നേരത്തെ തന്നെ വീട്ടിലെത്താൻ വെമ്പൽ കൊണ്ടു തുടങ്ങി. വാതിൽ തുറക്കുമ്പോൾ തന്നെ എതിരേൽക്കുന്ന നിളയുടെ പുഞ്ചിരിയും അവൾ നൽകുന്ന ചൂട് ചായയും അവന്റെ ദിവസത്തിന്റെ ക്ഷീണം മുഴുവൻ ഇല്ലാതാക്കി. അവർ തമ്മിലുള്ള സംസാരം വെറുമൊരു തൊഴിലുടമയും ജോലിക്കാരിയും എന്നതിൽ നിന്നും മാറി നല്ല സുഹൃത്തുക്കളുടേതായി വളർന്നു. അവളുടെ ഓരോ ചെറിയ ഇഷ്ടങ്ങളും അവൻ ചോദിച്ചറിഞ്ഞു. ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലും അവൾ കാത്തു സൂക്ഷിച്ച മൂല്യങ്ങളും അവളുടെ നിശ്ചയദാർഢ്യവും വ്യക്തിത്വവും അവനിൽ അവളോടുള്ള വല്ലാത്തൊരു ബഹുമാനം സൃഷ്ടിച്ചു. ഒരിക്കൽ അവൻ സ്വയം ചോദിച്ചു, എന്താണ് എനിക്ക് അവളോടുള്ളത്? സഹതാപമാണോ, അത് വെറുമൊരു ഉത്തരവാദിത്ത ബോധമോ? എന്നാൽ ആ ചിന്തകളുടെ അവസാനം അവന്റെ ഹൃദയം അവന് വ്യക്തമായ ഒരു ഉത്തരം നൽകി. അത് പ്രണയമായിരുന്നു. പണവും പ്രതാപവുമുള്ള പല പെൺകുട്ടികളെയും അവൻ കണ്ടിട്ടുണ്ട്. എന്നാൽ നിളയെപ്പോലെ ഹൃദയവിശാലതയും സ്നേഹവുമുള്ള ഒരു പെൺകുട്ടിയെ അവൻ ആദ്യമായി കാണുകയായിരുന്നു. അവളുടെ കീറിയ വസ്ത്രങ്ങൾക്കപ്പുറമുള്ള സ്വർണത്തെക്കാൾ വിലയുള്ള ആ വലിയ മനസ്സ് അവൻ തിരിച്ചറിഞ്ഞു. ഈ സത്യം ഇനിയും മറച്ചു വെക്കുന്നത് ശരിയല്ലെന്ന് അവന് തോന്നി. മഴ പെയ്യുന്ന ഒരു സായാഹ്നം. പുറത്ത് ഇടിയും മിന്നലും തകർത്ത് പെയ്യുകയാണ്. ഫ്ളാറ്റിന്റെ ബാൽക്കണിയിൽ നഗരത്തിലെ മഴക്കാഴ്ചകൾ നോക്കി നിൽക്കുകയായിരുന്നു അഭിനവ്. നിള അവനൊരു കപ്പ് കാപ്പിയുമായി അവിടേക്ക് വന്നു. കാപ്പി വാങ്ങി ഒരു കവിൾ കുടിച്ച ശേഷം അവൻ വളരെ ഗൗരവത്തോടെ അവളെ നോക്കി. അവന്റെ നോട്ടത്തിലെ വ്യത്യാസം കണ്ട് അവൾ ചോദിച്ചു, എന്തു പറ്റി സാർ? വല്ല ബുദ്ധിമുട്ടുമുണ്ടോ? കുറച്ചു നിമിഷത്തെ മൗനത്തിന് ശേഷം അഭിനവ് പറഞ്ഞു, നിള,
എനിക്ക് നിന്നോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. പറയൂ സാർ. അവൾ ആകാംക്ഷയോടെ കാത്തുനിന്നു. അഭിനവ് ഒരു ദീർഘനിശ്വാസം എടുത്തു. നിള, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, വെറും ഒരു ഇഷ്ടമല്ല. എന്റെ ജീവിതസഖിയായി, എന്റെ ഭാര്യയായി നിന്നെ എന്റെ കൂടെ കൂട്ടാൻ എനിക്ക് ആഗ്രഹമുണ്ട്. നീ സമ്മതിക്കുമോ? ആ വാക്കുകൾ കേട്ടതും നിളയുടെ കയ്യിൽ നിന്ന് കാപ്പിക്കപ്പ് താഴെ വീണുടഞ്ഞു. സമയം അവിടെ സ്തംഭിച്ചു പോയതുപോലെ അവൾക്ക് തോന്നി. അവളുടെ കണ്ണുകൾ വികസിച്ചു, ശ്വാസം വിലങ്ങി. അവിശ്വസനീയതയോടെ അവൾ രണ്ടടി പിന്നോട്ട് മാറി. സാർ എന്താ ഈ പറയുന്നത്? ഇത് ശരിയല്ല. അവളുടെ ശബ്ദം വല്ലാതെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. എന്തുകൊണ്ട് ശരിയല്ല? അവൻ ശാന്തനായി ചോദിച്ചു. കണ്ണീരോടെ അവൾ പറഞ്ഞു, സാർ ആകാശത്താണ്, ഞാൻ വെറുമൊരു മൺതരിയും. സാറിന്റെ പദവിയും എന്റെ അവസ്ഥയും തമ്മിൽ ഒരുപാട് അന്തരമുണ്ട്. ആളുകൾ എന്തു പറയും സാർ? തെരുവിൽ ഭിക്ഷയാഴ്ച നടന്ന ഒരുവളെയാണോ സാർ കല്യാണം കഴിക്കാൻ പോകുന്നത്? എനിക്കിത് ചിന്തിക്കാൻ പോലും ആകില്ല. ഞാനും അമ്മയും നാളെ തന്നെ ഇവിടെ നിന്ന് പോയിക്കൊള്ളാം. അവൾ മുഖം പൊത്തി കരയാൻ തുടങ്ങി. അഭിനവ് അവളുടെ അടുത്തേക്ക് ചെന്ന് ആ കൈകൾ പതുക്കെ മാറ്റി. നിള, ആളുകൾ എന്ത് പറയുമെന്നത് എനിക്കൊരു വിഷയമല്ല. എനിക്ക് നിന്നെ അറിയാം. നിന്റെ സാഹചര്യങ്ങളാണ് നിന്നെ തെരുവിലെത്തിച്ചത്, അല്ലാതെ നിന്റെ വ്യക്തിത്വമല്ല. സ്വന്തം അമ്മയ്ക്ക് വേണ്ടി എന്തും സഹിക്കാൻ തയ്യാറായ നിന്നെ പോലൊരു പെൺകുട്ടി എന്റെ ജീവിതത്തിലേക്ക് വരുന്നത് എനിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ പുണ്യമാണ്. എനിക്ക് വേണ്ടത് നിന്റെ സ്നേഹമുള്ള മനസ്സ് മാത്രമാണ്. അവന്റെ വാക്കുകളിലെ ആത്മാർത്ഥത നിളയുടെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങി. ഒരു യാചകിയായി തന്നെ മുദ്രകുത്തിയ സമൂഹത്തിനു മുന്നിൽ തന്നെ ഒരു രാജകുമാരിയെ പോലെ പരിഗണിക്കുന്ന അവനെ അവൾ കണ്ണീരോടെ നോക്കി നിന്നു. അവളുടെ ഉള്ളിലെ ഭയം പതുക്കെ അലിഞ്ഞില്ലാതാകുകയായിരുന്നു. അഭിനവിന്റെ കണ്ണുകളിലെ പ്രണയത്തിനും സത്യസന്ധതയ്ക്കും മുന്നിൽ മറ്റൊന്നും പറയാൻ അവൾക്ക് കഴിഞ്ഞില്ല. അവൾ പതുക്കെ തലകുലുക്കി സമ്മതം അറിയിച്ചു. ആ നിമിഷം ആകാശത്ത് മഴക്കാറുകൾ മാറി ഒരു വലിയ മഴവില് തെളിഞ്ഞു വരുന്നത് പോലെ അഭിനവിന് തോന്നി. എന്നാൽ ഏറ്റവും വലിയ പ്രതിസന്ധി ഇനി വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. തന്റെ യാഥാസ്ഥിതികനായ അച്ഛനെ ഈ വിവരം എങ്ങനെ അറിയിക്കുമെന്ന ചിന്ത അഭിനവിന്റെ മനസ്സിലേക്ക് കടന്നു വന്നു. നിളയുടെ സമ്മതം ലഭിച്ചെങ്കിലും അഭിനവിന്റെ മനസ്സ് പൂർണ്ണമായും ശാന്തമായിരുന്നില്ല. തന്റെ അച്ഛൻ പ്രഭാകരൻ മേനോനെ ഈ വിവരം എങ്ങനെ അറിയിക്കുമെന്നതായിരുന്നു അവന്റെ മുന്നിലെ ഏറ്റവും വലിയ പ്രതിസന്ധി. യാഥാസ്ഥിതിക ചിന്താഗതിക്കാരനായ തറവാട്ട് മഹിമയും പാരമ്പര്യത്തിനും അങ്ങേയറ്റം അഭിമാനം കൊള്ളുന്ന ഒരാളാണ് അദ്ദേഹം. എറണാകുളത്തെ വ്യവസായങ്ങളെല്ലാം മകനെ ഏൽപ്പിച്ച് ഇപ്പോൾ തൃശ്ശൂരിലെ പഴയ തറവാട്ടിൽ വിശ്രമ ജീവിതം നയിക്കുകയാണ് അദ്ദേഹം. ഒരു ഭിക്ഷാടകയായിരുന്ന പെൺകുട്ടിയെ തന്റെ മരുമകളായി അദ്ദേഹം അംഗീകരിക്കുമോ എന്ന കാര്യത്തിൽ അഭിനവിന് വലിയ ആശങ്കയുണ്ടായിരുന്നു. എങ്കിലും സത്യം മറച്ചുവെക്കാൻ അവൻ ഒരുക്കമായിരുന്നില്ല. പിറ്റേന്ന് രാവിലെ തന്നെ അവൻ തൃശ്ശൂരിലേക്ക് തിരിച്ചു. വിശാലമായ മുറ്റമുള്ള ആ വലിയ തറവാട്ട് വീടിന്റെ പൂമുഖത്ത് പത്രം വായിച്ചിരിക്കുകയായിരുന്നു പ്രഭാകര മേനോൻ. മകനെ അപ്രതീക്ഷിതമായി കണ്ടപ്പോൾ അദ്ദേഹത്തിന് അതിയായ സന്തോഷം തോന്നി. എന്നാൽ അഭിനവിന്റെ മുഖത്ത് ഗൗരവം കണ്ടപ്പോൾ എന്തോ പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഏറെ നേരം മുഖവരുകളില്ലാതെ അഭിനവ് കാര്യങ്ങൾ അവതരിപ്പിച്ചു. ട്രെയിനിൽ വെച്ച് നിളയെ കണ്ടതും അവളുടെ അമ്മയുടെ ചികിത്സ ഏറ്റെടുത്തതും ഒടുവിൽ അവളോട് തോന്നിയ പ്രണയവുമെല്ലാം അവൻ ഒട്ടും മറച്ചു വെക്കാതെ തുറന്നു പറഞ്ഞു. അത് കേട്ടതും പ്രഭാകര മേനോന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. അദ്ദേഹം കസേരയിൽ നിന്ന് ചാടി എഴുന്നേറ്റു. എന്താടാ നീ ഈ പറയുന്നത്? നിനക്ക് ഭ്രാന്ത് പിടിച്ചോ? ഈ നാട് മുഴുവൻ അറിയപ്പെടുന്ന ഒരു ബിസിനസ്സുകാരനാണ് നീ. എത്രയെത്ര വലിയ തറവാടുകളിൽ നിന്ന് നിനക്ക് ആലോചനകൾ വരുന്നുണ്ട്. എന്നിട്ട് നീ തെരുവിൽ യാചിച്ചു നടന്ന ഒരുവളെയാണോ ഈ പടി കയറ്റാൻ ഉദ്ദേശിക്കുന്നത്? ആളുകൾ എന്തു പറയുമെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ? അദ്ദേഹത്തിന്റെ ശബ്ദം ആ തറവാട് മുഴുവൻ മുഴങ്ങി. അഭിനവ് വളരെ ശാന്തനായി എന്നാൽ ഉറച്ച ശബ്ദത്തിൽ മറുപടി പറഞ്ഞു. അച്ഛാ, ആളുകൾ എന്തു പറയുമെന്നത് എനിക്കൊരു പ്രശ്നമല്ല. അവൾ ഭിക്ഷാടകയല്ല, സാഹചര്യങ്ങൾ തോൽപ്പിച്ച ഒരു പാവം പെൺകുട്ടിയാണ്. സ്വന്തം അമ്മയുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി അവൾ തെരുവിലിറങ്ങി എന്നത് അവളുടെ തെറ്റല്ല, മറിച്ച് അവളുടെ വലിയ മനസ്സാണ് കാണിക്കുന്നത്. പണവും പ്രതാവും ഇന്ന് വരും, നാളെ പോകും. പക്ഷേ അവളുടെ ആ സത്യസന്ധതയും സ്നേഹവും അത് ഒരിക്കലും ഇല്ലാതാകില്ല. എന്റെ തീരുമാനത്തിൽ മാറ്റമില്ല അച്ഛ. മകന്റെ കണ്ണുകളിലെ നിശ്ചയദാർഢ്യം പ്രഭാകര മേനോനെ ഇരുത്തി ചിന്തിപ്പിച്ചു. തന്റെ മകൻ ഒരു കാര്യത്തിൽ ഉറച്ചു നിന്നാൽ പിന്നെ അതിൽ നിന്ന് പിന്നോട്ട് പോകില്ലെന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാമായിരുന്നു. ഒടുവിൽ ഒരു ദീർഘനിശ്വാസത്തോടെ അദ്ദേഹം പറഞ്ഞു, ശരി, നിനക്ക് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ ഞാൻ അവളെ ഒന്ന് കാണാം. നേരിൽ കണ്ട് എനിക്ക് ബോധ്യപ്പെട്ടാൽ മാത്രമേ ഈ ബന്ധത്തിന് ഞാൻ സമ്മതിക്കൂ. അങ്ങനെ 2 ദിവസങ്ങൾക്ക് ശേഷം യാതൊരു മുന്നറിയിപ്പുമില്ലാതെ പ്രഭാകര മേനോൻ എറണാകുളത്തെ അഭിനവിന്റെ ഫ്ളാറ്റിലേക്ക് വന്നു. ഡോർബെൽ മുഴങ്ങിയപ്പോൾ വാതിൽ തുറന്നത് നിളയായിരുന്നു. തികച്ചും സാധാരണമായ ഒരു കോട്ടൺ ചുരിദാർ ധരിച്ച് മുടി പിന്നിക്കെട്ടി നെറ്റിയിൽ ഒരു ചെറിയ പൊട്ടും തൊട്ട് നിൽക്കുന്ന അവളെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് ചെറിയൊരു അതിശയം തോന്നി. തെരുവിൽ കഴിഞ്ഞിരുന്നവളുടെ യാതൊരു ലക്ഷണവും അവളിൽ ഇല്ലായിരുന്നു. തികഞ്ഞ ഐശ്വര്യമുള്ള മുഖം. അഭിനവിന്റെ അച്ഛനാണെന്ന് മനസ്സിലായതും അവൾ അതിയായ ബഹുമാനത്തോടെ അദ്ദേഹത്തെ അകത്തേക്ക് ക്ഷണിച്ചു. അദ്ദേഹം ആ ഫ്ളാറ്റിലൂടെ ഒന്ന് കണ്ണോടിച്ചു. സാധനങ്ങളെല്ലാം വളരെ അടുക്കി വെച്ചിരിക്കുന്നു. വീടാകെ വല്ലാത്തൊരു പോസിറ്റീവ് എനർജി നിൽക്കുന്നത് പോലെ അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. നിള വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് കുടിക്കാനായി ചൂടുള്ള ചായയും പലഹാരങ്ങളും തയ്യാറാക്കി കൊണ്ടുവന്നു. അവളുടെ ഓരോ പെരുമാറ്റത്തിലും സംസാരത്തിലുമുള്ള കുലീനതയും അടക്കവും അദ്ദേഹത്തെ വല്ലാതെ ആകർഷിച്ചു. പിന്നീട് അദ്ദേഹം നിളയും അമ്മയുമായും ഏറെ നേരം സംസാരിച്ചു. അവരുടെ ഭൂതകാലവും അനുഭവിച്ച കഷ്ടപ്പാടുകളും കേട്ടപ്പോൾ ആ അച്ഛന്റെ കഠിനമായ മനസ്സ്
പതുക്കെ അലിയുകയായിരുന്നു. പണമില്ലാതായപ്പോൾ സമൂഹം അവരെ എങ്ങനെ മാറ്റി നിർത്തി എന്ന സത്യം അദ്ദേഹം തിരിച്ചറിഞ്ഞു. അഭിനവ് ഓഫീസിൽ നിന്ന് തിരികെ എത്തിയപ്പോൾ കണ്ടത് തന്റെ അച്ഛനും നിളയും അവളുടെ അമ്മയും കൂടി ചിരിച്ചു സംസാരിച്ചിരിക്കുന്നതാണ്. അഭിനവിനെ കണ്ടയുടൻ പ്രഭാകരമേനൻ അവന്റെ അടുത്തേക്ക് വന്ന് തോളിൽ തട്ടി പറഞ്ഞു, മോനെ, നിന്റെ തീരുമാനമാണ് ശരി. ഇത്രയും സ്നേഹവും സംസ്കാരവുമുള്ള ഒരു പെൺകുട്ടിയെ നിനക്ക് ഭാര്യയായി ലഭിക്കുന്നത് നമ്മുടെ തറവാടിന്റെ പുണ്യമാണ്. ഇവൾ ഇനി എന്റെ മകളാണ്. ഈ വാക്കുകൾ കേട്ടപ്പോൾ നിളയുടെ കണ്ണുകൾ സന്തോഷാശ്രുക്കളാൽ നിറഞ്ഞു. അവൾ അദ്ദേഹത്തിന്റെ കാൽക്കൽ വീണ് അനുഗ്രഹം വാങ്ങി. പിന്നീട് എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ആഡംബരങ്ങളില്ലാതെ എന്നാൽ വളരെ മനോഹരമായി അവരുടെ വിവാഹം നടന്നു. ചുവപ്പും സ്വർണ്ണനിറവുമുള്ള പട്ടുസാരി എടുത്ത് കഴുത്തിൽ താലിയണിഞ്ഞ് നിലനിന്നപ്പോൾ ലോകത്തിലെ ഏറ്റവും സുന്ദരിയായ വധുവായി അവൾ മാറി. സമൂഹത്തിന്റെ കണ്ണിൽ ഒരു യാചകിയായിരുന്നവൾ സ്വന്തം ആത്മാഭിമാനവും സത്യസന്ധതയും കൊണ്ട് ഒരു വലിയ കുടുംബത്തിന്റെ മരുമകളായി മാറുകയായിരുന്നു. അഭിനവിന്റെ പ്രണയം അവളുടെ ജീവിതത്തിലെ ഇരുട്ടകറ്റി അവിടെ മഴവില്ല് വിരിയിച്ചു. വർഷങ്ങൾ അതിവേഗം കടന്നുപോയി. ഇന്ന് അഭിനവിന്റെ ഫ്ളാറ്റ് വെറും ഒരു കോൺക്രീറ്റ് കെട്ടിടമല്ല. അവിടെ സ്നേഹവും സന്തോഷവും നിറഞ്ഞു നിൽക്കുന്നു. അവരുടെ 2 കൊച്ചുമക്കളുടെ കുറുമ്പുകൾ കാണാൻ പ്രഭാകരമേനോനും ഇപ്പോൾ അവരോടൊപ്പമുണ്ട്. ഒരവധി ദിവസത്തിൽ ബാൽക്കണിയിൽ ഇരുന്ന് നഗരത്തിലെ മഴ ആസ്വദിക്കുമ്പോൾ അഭിനവ് നിളയെ ചേർത്ത് പിടിച്ചു. അവൻ ഓർക്കുകയായിരുന്നു, അന്ന് എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ആ പെൺകുട്ടിയെ താൻ കണ്ടില്ലെന്ന് നടിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അവളുടെ കീറിയ വസ്ത്രങ്ങൾ കണ്ട് മുഖം തിരിച്ചിരുന്നെങ്കിൽ ഇത്രയും സുന്ദരമായ ഒരു ജീവിതം തനിക്ക് ഒരിക്കലും ലഭിക്കില്ലായിരുന്നു. മനുഷ്യരെ അവരുടെ വസ്ത്രങ്ങളുടെയോ സാമ്പത്തിക ചുറ്റുപാടുകളുടെയോ പേരിൽ അളക്കരുത്. കാരണം ഏറ്റവും വലിയ നിധികൾ പലപ്പോഴും ഒളിഞ്ഞിരിക്കുന്നത് ദുർഘടമായ സ്ഥലങ്ങളിലായിരിക്കാം എന്ന സത്യം ആ മഴയോടൊപ്പം അവന്റെ കാതുകളിൽ മന്ത്രിക്കുന്നുണ്ടായിരുന്നു. കാലത്തിന്റെ പുസ്തകത്താളുകളിൽ എക്കാലത്തും തിളങ്ങി നിൽക്കുന്ന ഒരു വലിയ സത്യമുണ്ട്. മനുഷ്യന്റെ യഥാർത്ഥ സൗന്ദര്യവും വിലയും അളക്കപ്പെടേണ്ടത് അവൻ ധരിക്കുന്ന വസ്ത്രങ്ങളുടെയോ ജീവിക്കുന്ന സാഹചര്യങ്ങളുടെയോ അടിസ്ഥാനത്തിലല്ല, മറിച്ച് അവന്റെ ഉള്ളിലെ നന്മയുടെയും കാത്തുസൂക്ഷിക്കുന്ന മൂല്യങ്ങളുടെയും പേരിലാകണം. അഭിനവിന്റെയും നിളയുടെയും ജീവിതകഥ നമ്മോട് സംവദിക്കുന്നത് ഹൃദയത്തിൽ തൊടുന്ന ഈ ഒരു സന്ദേശമാണ്. പണത്തിന്റെയും പ്രതാപത്തിന്റെയും മായാലോകത്ത് ജീവിക്കുന്ന നമ്മൾ പലപ്പോഴും മനുഷ്യരെ അവരുടെ ബാഹ്യരൂപം വെച്ച് മാത്രം അളക്കാൻ ശ്രമിക്കാറുണ്ട്. AC കാറുകളിൽ സഞ്ചരിക്കുമ്പോഴും വില കൂടിയ വസ്ത്രങ്ങൾ ധരിക്കുമ്പോഴും പുറത്തെ യാഥാർത്ഥ്യങ്ങളെ നാം സൗകര്യപൂർവ്വം മറക്കുന്നു. എന്നാൽ കീറിയ വസ്ത്രങ്ങൾക്കും അഴുക്കുപുരണ്ട ശരീരത്തിനും അപ്പുറം സ്വർണത്തെക്കാൾ തിളക്കമുള്ള ഒരു മനസ്സുണ്ടാകാമെന്ന് നിളയിലൂടെ ഈ കഥ വിവരിച്ചു കാണിക്കുന്നു. യാചിക്കാൻ നീട്ടിയ കൈകളിൽ ദാരിദ്ര്യത്തിന്റെ അഴുക്കുണ്ടായിരുന്നിരിക്കാം, എന്നാൽ അവളുടെ ഹൃദയത്തിൽ സ്ഫടികത്തേക്കാൾ പരിശുദ്ധിയുണ്ടായിരുന്നു. ദാരിദ്ര്യം മനുഷ്യനെ പലപ്പോഴും തളർത്താറുണ്ട്. എന്നാൽ ആ ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലും സ്വന്തം ആത്മാഭിമാനം അടിയറവ് വെക്കാതിരിക്കുക എന്നതാണ് ഏറ്റവും വലിയ ധീരത. 1000 രൂപ സൗജന്യമായി നീട്ടിയപ്പോഴും അത് തെറ്റായ വഴിയാണെന്ന് തിരിച്ചറിഞ്ഞ് നിരസിച്ച നിളയുടെ ആത്മാഭിമാനം സമൂഹത്തിന് വലിയൊരു പാഠമാണ് നൽകുന്നത്. ഒരമ്മയോടുള്ള മകളുടെ സ്നേഹം, അതിനുവേണ്ടി അവൾ സഹിച്ച ത്യാഗങ്ങൾ, യാചിക്കുമ്പോഴും അവൾ കാത്തു സൂക്ഷിച്ച സത്യസന്ധത, ഇവയെല്ലാം തെളിയിക്കുന്നത് സാഹചര്യങ്ങൾ എത്ര തന്നെ പ്രതികൂലമായാലും ഒരു വ്യക്തിയുടെ യഥാർത്ഥ സ്വഭാവം ഒരിക്കലും മങ്ങുന്നില്ല എന്നാണ്. സമൂഹം അവളെ ഒരു യാചകി എന്ന് മാത്രം മുദ്രകുത്തിയപ്പോൾ അവളിലെ മനുഷ്യപ്പറ്റിനെയും നിശ്ചയദാർഢ്യത്തെയും തിരിച്ചറിയാൻ അഭിനവ് എന്ന ചെറുപ്പക്കാരന് കഴിഞ്ഞു. അവിടെയാണ് സഹജീവികളോടുള്ള യഥാർത്ഥ കരുണ എന്താണെന്ന് ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. കേവലം കുറച്ച് നാണയത്തുട്ടുകൾ എറിഞ്ഞുകൊടുത്ത് കടമ തീർക്കുന്നതിന് പകരം ഒരു മനുഷ്യജീവിക്ക് നഷ്ടപ്പെട്ട അന്തസ്സും ജീവനും തിരികെ നൽകാൻ കാണിച്ച ആ വലിയ മനസ്സ് മനുഷ്യത്വത്തിന്റെ ഉത്തമ ഉദാഹരണമാണ്. പ്രണയം എന്നത് കേവലം ബാഹ്യ സൗന്ദര്യങ്ങളോടുള്ള ആകർഷണമല്ല, മറിച്ച് 2 മനസ്സുകൾ തമ്മിലുള്ള ആഴത്തിലുള്ള തിരിച്ചറിവാണെന്നും ഈ കാവ്യാത്മകമായ ജീവിതരേഖ നമ്മളെ പഠിപ്പിക്കുന്നു. പദവികളുടെയും അഹംഭാവത്തിന്റെയും മതിലുകൾ പൊളിച്ചെറിഞ്ഞ് ഒരു മനുഷ്യനെ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ കഴിയുമ്പോഴാണ് സ്നേഹം അതിന്റെ പൂർണ്ണതയിലെത്തുന്നത്. ഇരുണ്ട മേഘങ്ങൾക്കൊടുവിൽ പെയ്യുന്ന കനത്ത മഴയ്ക്ക് ശേഷം ആകാശത്ത് തെളിയുന്ന മഴവില്ല് പോലെയാണ് അവരുടെ ജീവിതം. എത്ര വലിയ കഷ്ടപ്പാടുകൾ വന്നാലും സത്യസന്ധതയും സ്നേഹവും കൈവിടാതിരുന്നാൽ കാലം അവർക്കായി അതിമനോഹരമായ ഒരു വസന്തം കാത്തുവെച്ചിട്ടുണ്ടാകും. തെരുവിലെ ഇരുട്ടിൽ നിന്നും ഒരു വലിയ കുടുംബത്തിന്റെ സ്നേഹത്തണലിലേക്ക് നിള നടന്നു കയറിയത് അവളുടെ നന്മയുടെ മാത്രം വിജയമാണ്. ചുരുക്കത്തിൽ മനുഷ്യനെ മനുഷ്യനായി കാണാനും പുറമോടികൾക്കപ്പുറമുള്ള ആത്മാവിന്റെ തിളക്കം തിരിച്ചറിയാനും നമ്മെ പ്രാപ്തരാക്കുന്ന മാനവികതയുടെ വലിയൊരു സന്ദേശമാണ് ഈ കഥയുടെ ഓരോ അക്ഷരങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നത്. മഴവില്ല് വിരിയുന്ന ഇടവഴികളിലൂടെയുള്ള നമ്മുടെ ഈ യാത്ര ഇവിടെ ഒരു താൽക്കാലിക വിരാമത്തിൽ എത്തി നിൽക്കുകയാണ്. അഭിനവിന്റെയും നിളയുടെയും ജീവിതം നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു ചെറു നമ്പരമോ അതോ പ്രതീക്ഷയുടെ ഒരു പൊൻകിരണമോ ബാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആ സ്നേഹവും പിന്തുണയും ഒരു കൊച്ചു ലൈക്കിലൂടെ ഞങ്ങളെ അറിയിക്കുക. നിങ്ങളുടെ ഓരോ ലൈക്കും ഈ അക്ഷരങ്ങൾക്കും ആശയങ്ങൾക്കുമുള്ള ഏറ്റവും വലിയ അംഗീകാരമാണ്. ഈ കഥ നിങ്ങളിൽ ഉണർത്തിയ ചിന്തകളും വികാരങ്ങളും എന്തൊക്കെയാണെന്ന് അറിയാൻ ഞങ്ങൾക്കേറെ ആഗ്രഹമുണ്ട്. ബാഹ്യ സൗന്ദര്യങ്ങൾക്കപ്പുറം മനുഷ്യനെ മനുഷ്യനായി കാണേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചോ അഭിനവ് എടുത്ത ധീരമായ തീരുമാനത്തെക്കുറിച്ചോ ഉള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ അക്ഷരങ്ങളായി കുറിച്ചിടുക. കാരണം
നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നുതിരുന്ന വാക്കുകളാണ് വരും വഴികളിൽ ഞങ്ങൾക്കുള്ള ഏറ്റവും വലിയ ഊർജം. നന്മയുടെയും സ്നേഹത്തിന്റെയും ഈ സന്ദേശം നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കും എത്താനായി ഈ കഥ അവരുമായും പങ്കുവെക്കുക. ഒരുപക്ഷെ നിങ്ങൾ കൈമാറുന്ന ഈ ചെറിയൊരു വെളിച്ചം മറ്റൊരാളുടെ ചിന്തകളിൽ വലിയൊരു മാറ്റത്തിന് കാരണമായേക്കാം. ഇതുപോലുള്ള ജീവനുള്ള കഥകളും ഹൃദയത്തെ സ്പർശിക്കുന്ന കൂടുതൽ കാവ്യാനുഭവങ്ങളും യാഥാർത്ഥ്യങ്ങളും ഇനിയും നിങ്ങളിലേക്ക് എത്താൻ ഞങ്ങളുടെ ഈ കൊച്ചു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളുടെ ഈ യാത്രാ സംഘത്തിൽ നിങ്ങളും ഒരു കൂട്ടാളിയാവുക. കൂടെയുള്ള ആ ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ കഥകളുടെ പുതിയ ലോകത്തിന്റെ വാതിലുകൾ തുറക്കുമ്പോൾ തന്നെ നമുക്കൊരുമിച്ച് പുതിയ യാത്രകൾ തുടങ്ങാം. ഇതുവരെ ഒപ്പം ഉണ്ടായിരുന്നതിന് ഒരുപാട് നന്ദി. സ്നേഹത്തോടെ.